കേന്ദ്ര ബജറ്റിൽ ഇത്തവണ വലിയ പ്രതീക്ഷയാണ് കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിനുള്ളത്. അർഹമായ പരിഗണന ലഭിച്ചാൽ പൂർണ്ണതോതിൽ ചരക്ക് നീക്കം സാധ്യമാകും. കഴിഞ്ഞ ബജറ്റുകളിൽ 4 കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഫണ്ട് ലഭിച്ചിരുന്നില്ല. പ്രകൃതിദത്ത തുറമുഖമായ അഴീക്കൽ മലബാറിന്റെയും ദക്ഷിണ കർണാടകയുടെയും വലിയ വികസനത്തിനുള്ള സാധ്യതകളാണ് തുറന്നുവെക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിലൂടെ അത്യാവശ്യ അടിസ്ഥാന സൗകര്യങ്ങൾ തുറമുഖത്തൊരുങ്ങിയിട്ടുണ്ട്. കപ്പലുകളിൽ നിന്ന് കരയിലേക്കും കരയിൽ നിന്ന് ഗോഡൌണുകളിലേക്കും കണ്ടെയ്നറുകൾ മാറ്റാനുള്ള ആധുനിക ക്രെയിനുകൾ പോർട്ടിലുണ്ട്. കേന്ദ്ര ബജറ്റിൽ തുക വകയിരുത്തിയാലുടൻ തന്നെ ചരക്ക് നീക്കത്തിന്റെ പ്രധാന കേന്ദ്രമാകാൻ അഴീക്കലിന് സാധിക്കും. 3.5 മീറ്ററോളമാണ് നിലവിൽ അഴീക്കൽ പോർട്ടിലേക്കുള്ള കപ്പൽചാലിന്റെ ആഴം. ഇത് 4.5 മീറ്ററാക്കിയാൽ വലിയ കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് എത്താനാകും. ടഗ്, ട്രെഡ്ജർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പോർട്ടിന് സ്വന്തമായുണ്ട്. നിലവിൽ 5 പ്രവൃത്തികൾക്കാണ് അഴീക്കൽ പോർട്ടിനായുള്ള പ്രപ്പോസൽ. ഡ്രഡ്ജിംഗ് ആണ് ഇതിൽ ഒന്നാമത്തേത്. ചുറ്റുമതിൽ നിർമ്മാണവും വേലികെട്ടി സംരക്ഷിക്കലുമാണ് മറ്റൊന്ന്. തുറമുഖത്തിന് സ്വന്തമായി ഒരു റഡാർ വാങ്ങാനും പദ്ധതിയുണ്ട്. കണ്ടെയ്നറുകൾ സൂക്ഷിക്കാനുള്ള ഗോഡൌൺ നിർമ്മാണമാണ് പോർട്ട് വികസനത്തിൽ മറ്റൊരു പ്രധാന ആവശ്യം. ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവിക്കായുള്ള ഓഫീസ് നിർമ്മാണവും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അനുബന്ധ റോഡുകളുടെ നിർമ്മാണവും നവീകരണവും സമാന്തരമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. കപ്പലുകൾ ബർത്ത് ചെയ്താൽ തിരമാലകളുടെ സാന്നിധ്യമില്ലാത്തതിനാൽ സൗകര്യപ്രദമാകുമെന്നത് അഴീക്കലിന്റെ പ്രത്യേകതയാണ്. അനുകൂല ഘടകങ്ങൾ നിരവധി നിലനിൽക്കെ കേന്ദ്രം അർഹമായ പരിഗണന നൽകിയാൽ വലിയ വികസനമാണ് അഴീക്കൽ തുറമുഖത്തിനുണ്ടാവുക. അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെക്കുറെ സജ്ജമാണ്. പ്രകൃതിയും അനുകൂല ഘടകമായി നിൽക്കുന്നു. ഇനി കേന്ദ്ര ബജറ്റിലെ പരിഗണന കൂടിയുണ്ടായാൽ പ്രതീക്ഷയുടെ കപ്പൽ സൈറനാണ് അഴീക്കൽ തുറമുഖം കാത്തിരിക്കുന്നത്. നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.